ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് അംഗങ്ങൾക്കായി ന്യൂഡൽഹിയിൽ നിർമ്മിച്ച 184 ബഹുനില ഫ്ളാറ്റുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ദർശനത്തെ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ദേശീയ കായിക ഭരണ നിർവഹണ ബിൽ, പരിഷ്കരിച്ച ആദായ നികുതി ബിൽ എന്നിവ ലോക്സഭ പാസാക്കി. ഡൽഹിയിലെ തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് സുപ്രീംകോടതി. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുന്നറിയിപ്പ്. നവംബർ 1 രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവാരമില്ലാത്ത വളങ്ങളുടെയും വിത്തുകളുടെയും നിർമ്മാണവും വിൽപ്പനയും തടയാൻ നിയമനിർമ്മാണം പരിഗണനയിലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വാർത്തകൾ വിശദമായി. PM ആവാസ് യോജനയിലൂടെ ദരിദ്ര വിഭാഗങ്ങളിൽപ്പെടുന്ന 4 കോടിയോളം പേരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് അംഗങ്ങൾക്കായി പുതുതായി നിർമ്മിച്ച 184 ബഹുനില ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MPമാർ ഈ ഫ്ളാറ്റുകളിൽ ഒരുമിച്ച് താമസിക്കുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ദർശനത്തെ പ്രതിഫലിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധത്തെ തുടർന്ന് 2 വട്ടം നിർത്തിവച്ച ലോക്സഭ വൈകുന്നേരം 4 മണിക്ക് പുനരാരംഭിച്ചപ്പോൾ വിവിധ ബില്ലുകൾ പാസാക്കിയെങ്കിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറി. പ്രതിപക്ഷാംഗങ്ങളുടെ മാർച്ച് തടഞ്ഞെന്നും പോൾ പാനലിനെ കാണാൻ അനുവദിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷത്തിന്റെയും പെരുമാറ്റം പാർലമെന്ററി മര്യാദയ്ക്ക് ചേരുന്നതല്ലെന്ന് സഭാ നേതാവ് JP നഡ്ഡ പറഞ്ഞു. പ്രതിഷേധം രൂക്ഷമായതോടെ രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ നിയമ ഭേദഗതി ബിൽ 2025, പരിഷ്കരിച്ച ആദായ നികുതി ബിൽ 2025 എന്നിവ ലോക്സഭ ഇന്ന് ശബ്ദ വോട്ടോടെ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും ഭേദഗതി ചെയ്യാനും ഉദ്ദേശിച്ചുള്ളതാണ് ആദായ നികുതി ബിൽ 2025. അതേസമയം ടാക്സേഷൻ നിയമ ഭേദഗതി ബിൽ 1961 ആദായ നികുതി നിയമത്തിലും 2025 ധനകാര്യ നിയമത്തിലും ഭേദഗതി നിർദ്ദേശിക്കുന്നു. ദേശീയ കായിക ഭരണ നിർവഹണ ബിൽ 2025, ദേശീയ ഉത്തേജക മരുന്ന് വിരുദ്ധ ഭേദഗതി ബിൽ 2025 എന്നിവ ലോക്സഭ പാസാക്കി. കായിക സംഘടനകളുടെ അംഗീകാരം, അവയുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം തുടങ്ങിയവയാണ് കായിക ഭരണ നിർവഹണ ബിൽ ലക്ഷ്യമിടുന്നത്. ഓരോ കായിക ഇനത്തിനും ദേശീയ ഒളിമ്പിക് പാരാലിമ്പിക് കമ്മിറ്റി, ദേശീയ പ്രാദേശിക കായിക ഫെഡറേഷനുകൾ എന്നിവ സ്ഥാപിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാൻ കായിക ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ദേശീയ ഉത്തേജക മരുന്ന് വിരുദ്ധ ഏജൻസിയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഉത്തേജക മരുന്ന് വിരുദ്ധ ബോർഡും സ്ഥാപിക്കാൻ ഉത്തേജക മരുന്ന് വിരുദ്ധ ഭേദഗതി ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്ത് ശക്തമായ കായിക അടിസ്ഥാന സൌകര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. हमारे देश के महिलाओं को अपॉर्चुनिटी देगा. स्पोर्ट्स गवर्नेंस बिल से हमारे देश के एथलीट को न्याय मिलेगा. फेडरेशन में अच्छा बेस्ट गवर्नेंस होगा. हमारे देश के स्पोर्ट्स इकोसिस्टम में ये बिल बहुत महत्वपूर्ण और मायना रखेगा. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷ MPമാർ പാർലമെന്റ് സമുച്ചയത്തിൽ നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നതായും MPമാർ ആരോപിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ശരത് പവാർ, അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സുപ്രീംകോടതി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് പ്രതിപക്ഷം കളങ്കം വരുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. തെരഞ്ഞെടുപ്പ് പാനലിനോട് ആശങ്കകൾ ഉന്നയിക്കാൻ 30 പ്രതിപക്ഷ MPമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷം വിസമ്മതിച്ചതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2025-26 മണിപ്പൂരിന്റെ ബജറ്റ്, 2025 മണിപ്പൂർ ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ, 2025 മണിപ്പൂരിന്റെ ധനവിഹിതം സംബന്ധിച്ച ബിൽ എന്നിവയ്ക്ക് പാർലമെന്റ് അംഗീകാരം നൽകി. ചർച്ചയ്ക്ക് ശേഷം രാജ്യസഭ ഈ ബില്ലുകൾ ലോക്സഭയിലേക്ക് തിരിച്ചയച്ചു. മണിപ്പൂരിന് തടസ്സമില്ലാത്ത വികസനം സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു.
ഡൽഹിയിൽ തെരുവു നായ്ക്കളെ ഉടനടി പിടികൂടി വന്ധ്യംകരിച്ച് സ്ഥിരമായി ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യതലസ്ഥാനത്തെ നായ്ക്കളുടെ ശല്യവും പേവിഷബാധയും നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശം. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന വ്യക്തികൾക്കും സംഘങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കുട്ടികൾക്കെതിരായ തെരുവുനായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് നിർദ്ദേശം. വികാരങ്ങൾക്കല്ല, പൊതുസുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും കോടതി അറിയിച്ചു. നവംബർ 1 രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ വേങ്ങാട് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 50 വീടുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പാർപ്പിട പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കർഷകക്ഷേമം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ വിപുലമായ പരിഷ്കാരങ്ങൾ വരുത്തിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം രാജ്യത്തെ 35 ലക്ഷത്തിലധികം കർഷകർക്ക് 3,900 കോടി രൂപ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവാരമില്ലാത്ത വളങ്ങളുടെയും വിത്തുകളുടെയും നിർമ്മാണവും വിൽപ്പനയും തടയാൻ പുതിയ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ പരിഗണനയിലുണ്ടെന്നും രാജസ്ഥാനിലെ ജുൻജുനുവിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ ജനങ്ങളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത്. ഇത്തവണത്തെ ഹർ ഘർ തിരംഗ ക്യാമ്പയിനിൽ ഇതുവരെ 5 ലക്ഷത്തിലധികം യുവ വോളണ്ടിയർമാർ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ നേതാക്കൾ സ്വപ്നം കണ്ട ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രചോദനമാണ് ക്യാമ്പയിനെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. तिरंगा हमारे देश का यूनिफायर है, हमारे सैनिकों की को अंतिम सलामी है. तिरंगा हमारी सारी जीत का साक्षी है, हर बलिदान का मौन शोक करता है और इसके साथ साथ में हम इसके हर धागे में देश के किसान का पसीना, सैनिकों का साहस और श्रमिकों का संकल्प और युवाओं के सपने पिरोए हुए हैं. जब हम इसे अपने घर पर फहराते हैं तो हम सब मिलकर के इस देश को आगे बढ़ाएंगे. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളയ്ക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ തിരംഗ ക്യാമ്പയിൻ വഴിയൊരുക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച ഡൽഹി സാംസ്കാരിക മന്ത്രി കപിൽ മിശ്ര പറഞ്ഞു. ചലച്ചിത്രമേള ബുധനാഴ്ച സമാപിക്കും. ഹർ ഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിൽ നടന്ന തിരംഗ യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്ര പങ്കെടുത്തു. അസമിൽ സംഘടിപ്പിച്ചുവരുന്ന റാലികളിലും പരിപാടികളിലും വൻ ജനപങ്കാളിത്തം. തിരുവനന്തപുരം ജില്ലയിൽ പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം, കഴക്കൂട്ടം സൈനിക് സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. 2022 ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ ആരംഭിച്ചത്. ചൈനയിലെ ചെങ്ഡുവിൽ നടക്കുന്ന ലോക ഗെയിംസിൽ 52 കിലോഗ്രാം വിഭാഗം മത്സരത്തിൽ ഇന്ത്യയുടെ നമ്രത ബത്ര ഫൈനലിൽ കടന്നു. ഇതോടെ വുഷു കായിക ഇനത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ ലോക ഗെയിംസ് മെഡൽ ഉറപ്പായി. നാളെയാണ് ഫൈനൽ. പുരുഷ കോമ്പൌണ്ട് ആർച്ചറിയിൽ ഇന്ത്യയുടെ ഋഷഭ് യാദവ് വെങ്കലം നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 746 പോയിന്റ് ഉയർന്ന് 80,604ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 222 പോയിന്റ് നേട്ടത്തിൽ 24,585ലും വ്യാപാരം അവസാനിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജീപ്പ് 100 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് 7 സ്ത്രീകൾ മരിച്ചു. 31 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് അംഗങ്ങൾക്കായി ന്യൂഡൽഹിയിൽ നിർമ്മിച്ച 184 ബഹുനില ഫ്ളാറ്റുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ദർശനത്തെ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ദേശീയ കായിക ഭരണ നിർവഹണ ബിൽ, പരിഷ്കരിച്ച ആദായ നികുതി ബിൽ എന്നിവ ലോക്സഭ പാസാക്കി. ഡൽഹിയിലെ തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് സുപ്രീംകോടതി. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുന്നറിയിപ്പ്.
അറിയിപ്പ്. നവംബർ 1 രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവാരമില്ലാത്ത വളങ്ങളുടെയും വിത്തുകളുടെയും നിർമ്മാണവും വിൽപ്പനയും തടയാൻ നിയമനിർമ്മാണം പരിഗണനയിലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.